നമസ്കാരം. ഇപ്പോൾ അമേരിക്ക ഉറങ്ങുകയാണ്. അമേരിക്കയ്ക്ക് നേരം വെളുത്താൽ അധികാര കൈമാറ്റം നടക്കും. വാഷിങ്ടണിലെ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് ക്യാപിറ്റോൾ മന്ദിരത്തിൽ അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ തൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോൽ 47ാമത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് കൈമാറും. ഡൊണാൾഡ് ട്രംപ് എന്ന 78കാരൻ രണ്ടാം തവണയാണ് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. മറ്റ് പ്രസിഡന്റുമാരിൽ നിന്നും ഏറെ വ്യത്യസ്തനായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ അമേരിക്കയുടെ ഭാവി എന്താണ്, ലോകത്തിൻ്റെ ഭാവി എന്താണ്? പൊതുവെ അമേരിക്കയുടെ പ്രസിഡന്റുമാർ അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ വെറും നടത്തിപ്പുകാർ മാത്രമാണ്. അവരുടെ പോളിസിയിലോ അവരുടെ നീക്കങ്ങളിലോ കാര്യമായ മാറ്റമൊന്നുമില്ല. വളരെ അപൂർവം ചില പ്രസിഡന്റുമാർ മാത്രം, ഒബാമയെ പോലെ വളരെ അപൂർവം ചില പ്രസിഡന്റുമാർ മാത്രമാണ് അവരുടെ ഇച്ഛാശക്തിയും കഴിവും ഭരണ നിയന്ത്രണത്തിൽ ഉപയോഗിച്ചത്. ആരൊക്കെയോ പറയുന്നത് പോലെ പ്രവർത്തിക്കുക, പ്രസംഗിക്കുക എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു ജോ ബൈഡൻ. ബൈഡന് സ്ഥലകാല ബോധം പോലും മുമ്പേ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ട്രംപ് അങ്ങനെയല്ല. ട്രംപ് പരമ്പരാഗത രീതികളെ മുഴുവൻ പൊളിച്ചെഴുതി അമേരിക്കയിൽ ഒരു ട്രംപിസം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾക്ക് അമേരിക്ക വിധേയമാവും, വലിയ മാറ്റങ്ങൾക്ക് ലോകവും വിധേയമാകും. അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 1.5 മാസത്തിലധികം ട്രംപ് ഫ്ലോറിഡയിലെ തൻ്റെ അവധിക്കാല വസതിയിൽ തന്നെ കഴിയുകയായിരുന്നു. അതിനിടയിൽ പല നയങ്ങളും അദ്ദേഹം രൂപം കൊടുക്കുകയും നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇസ്രായേലും ഹമാസും നിർബന്ധിതരായത്. ഇത്തരത്തിൽ പല നയങ്ങളും അവർ നടപ്പിലാക്കുന്നുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നാൽ ഉറപ്പായും നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ഏതാണ്ട് 3 വർഷം നീണ്ട യുക്രൈൻ റഷ്യൻ യുദ്ധമാണ്. ഇക്കാര്യത്തിൽ അവർക്ക് ചില ധാരണകളിലെത്താനുണ്ട്. യുക്രൈനിൽ നിന്നും യുദ്ധം നടത്തി റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന ഭൂപ്രദേശം വിട്ടുകിട്ടണം എന്നത് യുക്രൈൻ്റെ മിനിമം ആവശ്യമാണ്. യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യം നിലനിർത്തണം എന്നതാണ് ആവശ്യം. എന്നാൽ ആ പ്രദേശം റഷ്യയുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ദോഷമുണ്ടാകുന്ന തരത്തിൽ യുക്രൈനും നാറ്റോയും ഉപയോഗിക്കുമെന്ന പുട്ടിൻ്റെ കൺസേണും ട്രംപ് ഗൗരവമായി തന്നെ എടുക്കുന്നു. ഈ കാര്യത്തിൽ മാത്രമേ തീരുമാനമെടുക്കാനുള്ളൂ. പുട്ടിനും സെലൻസ്കിയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള മൂഡിലാണ്. രണ്ടുപേരും ജയിച്ചിട്ടില്ല. അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ യുക്രൈനെ 1 ഇഞ്ച് മുമ്പോട്ട് പോകാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കും എന്ന് നിശ്ചയമാണ്. ചുമതലയേൽക്കുന്ന ഇന്ന് തന്നെ കുറഞ്ഞത് 100 എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പുവയ്ക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. പണ്ട് മുതൽ ട്രംപ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോന്നായി നടപ്പിലാക്കി തുടങ്ങുമെന്ന് പറയുന്നു. ജനുവരി 6-ാം തീയതിയിലെ ക്യാപിറ്റോൾ റയറ്റ് ട്രംപിൻ്റെ വിജയം തട്ടിപ്പറിച്ചതാണ്. അതുകൊണ്ട് അധികാരം ഒഴിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ട്രംപിൻ്റെ അനുയായികൾ ക്യാപിറ്റോൾ മന്ദിരം പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് അമേരിക്കയുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടത്തിയ നീക്കമായി കേസ് രജിസ്റ്റർ ചെയ്ത് പലരും ജയിലിലാണ്. നിരവധി പേർ കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ മാപ്പ് കൊടുക്കുന്നത് ഇന്ന് തന്നെയായിരിക്കും. ഒരുപക്ഷേ ആദ്യത്തെ ഉത്തരവ് അതായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിവാദമായ ഒട്ടേറെ തീരുമാനങ്ങളിലേക്ക് ട്രംപ് പോയേക്കും. അതിലൊന്ന് ട്രാൻസ്ജെൻഡറുകളായ സ്ത്രീകൾ. അവർ കായിക മത്സരങ്ങളിൽ സ്ത്രീകളായി മത്സരിക്കുന്നത് കായിക മത്സരങ്ങളുടെ അന്തസ്സ് കെടുത്തും. അതുകൊണ്ട് പുരുഷന്മാർ സ്ത്രീകളാവണ്ട എന്ന നിലപാടാണ് ട്രംപിനുള്ളത്. ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ സ്ത്രീകളുടെ വിഭാഗത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമോ എന്നത്. ട്രംപ് നോ പറഞ്ഞിരിക്കുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് സ്ത്രീകളായി മത്സരിക്കേണ്ട എന്നതാണ്. അതുപോലെ ലോകം മുഴുവൻ കാർബൺ എമിഷനെ നേരിടുന്നതിന് വേണ്ടി പരിസ്ഥിതിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പാരിസ്ഥിതിക നിയമങ്ങൾ കൊണ്ടുവരിക, സ്വാഭാവിക പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം പരിമിതിപ്പെടുത്തുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന തരത്തിൽ പ്രകൃതിദത്തമായ വികസന മാതൃകകൾ പിന്തുടരുക എന്നതൊക്കെ ലോകത്തിൻ്റെ മാതൃകയാണ്. പക്ഷേ ട്രംപ് അതിനെതിരാണ്. പരമാവധി എണ്ണ കുഴിച്ചെടുക്കുക, പരമാവധി വിഭവങ്ങൾ ചൂഷണം ചെയ്യുക, പരിസ്ഥിതി മാറി നിൽക്കട്ടെ എന്നതാണ് ട്രംപിൻ്റെ നിലപാട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ചയാവാൻ പോകുന്നത് അതുതന്നെയായിരിക്കും. എണ്ണ ഖനനം, കൽക്കരി ഖനനമൊക്കെ അതിശക്തമാക്കി പരമാവധി അമേരിക്കയെ സമ്പന്നമാക്കുക എന്നതായിരിക്കും ട്രംപിൻ്റെ നയം. ഏറ്റവും വിവാദമാകാനിടയുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, മാസ് ഡിപ്പോർട്ടേഷൻ, വലിയ തോതിലുള്ള നാടുകടത്തൽ. അത് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. അമേരിക്കയിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന്, ഇന്ത്യയിൽ നിന്നടക്കം ധാരാളം ആളുകൾ അനധികൃതമായി കുടിയേറിയിട്ടുണ്ട്. മെക്സിക്കൻ അതിർത്തി വഴിയാണ് ഭൂരിപക്ഷം പേരും എത്തുന്നത്. മെക്സിക്കയിലെ നല്ലൊരു ജനസംഖ്യയും അമേരിക്കയിൽ തന്നെ അനധികൃത കുടിയേറ്റക്കാരായി കഴിയുന്നു. അവരെ മുഴുവൻ കണ്ടെത്തുമെന്നും മോദി കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം പോലെ സകല അനധികൃത കുടിയേറ്റക്കാരെയും കണ്ടെത്തി അവരെ തൽക്കാലത്തേക്ക് ഡിറ്റൻഷൻ സെൻ്ററുകളിലാക്കി
അവരെ കൂട്ടത്തോടുകൂടി നാട് കടത്തുമെന്നാണ് കരുതപ്പെടുന്നത്. ഏതാണ്ട് 10-15 ലക്ഷം പേരെ ഏറെ വൈകാതെ നാട് കടത്തി തുടങ്ങും എന്ന് ട്രംപ് പറയുന്നു. ഇന്ത്യക്കാർ അടക്കമാണ് ഇങ്ങനെ അനധികൃതമായി അവിടെ എത്തിയവരെ നാട് കടത്തുന്നത്. ലോകം കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒന്നായിരിക്കും ഈ മാസ് ഡിപ്പോർട്ടേഷൻ. മറ്റൊന്ന് താരിഫാണ്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ താരിഫ് ഏർപ്പെടുത്തുക. അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ അതാത് രാജ്യങ്ങളിലെ താരിഫ് കുറയ്ക്കുക. ഇങ്ങനെ വിചിത്രമായ ഒരു നിലപാടാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ചൈനയ്ക്കും കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമായിരിക്കും. ചൈനയുടെ ഏറ്റവും വലിയ കയറ്റുമതി അമേരിക്കയിലേക്കാണ്. സമ്പന്നർക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന, പാവങ്ങൾക്ക് ഒരുപാട് ചെലവുകൾ ഏറുന്ന അമേരിക്കയിൽ സാധാരണ മനുഷ്യർ, പാവങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ചൈനയിൽ നിന്നും വില കുറഞ്ഞെത്തുന്ന സാധനങ്ങൾ വഴിയാണ്. അതിന് 25% താരിഫ് ഏർപ്പെടുത്താനാണ് ട്രംപിൻ്റെ ആലോചന. എന്നാൽ ചൈനയെ പിണക്കുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ട്രംപ് ചൈനീസ് പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ട്. ചൈനയുമായി പിണങ്ങിപ്പോവാൻ ആഗ്രഹമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. താരിഫ് കാര്യത്തിൽ ട്രംപ് എടുക്കുന്ന നിലപാട് നിർണായകമാണ്. എന്തിനേറെ ഇന്ത്യയുമായുള്ള ബന്ധത്തെ പോലും അത് വഷളാക്കും. കാരണം ഇന്ത്യ ധാരാളം സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നത് ശ്രദ്ധേയമായി മാറും. മൂന്നാമത്തത് അന്താരാഷ്ട്ര കാര്യങ്ങളിലുള്ള ട്രംപിൻ്റെ വ്യത്യസ്തമായ നിലപാടാണ്. ലോകത്തെ മുഴുവൻ രക്ഷിക്കേണ്ട ബാധ്യതയൊന്നും അമേരിക്കയ്ക്കില്ലെന്നും അമേരിക്കയുടെ സ്വത്ത് വർദ്ധിപ്പിക്കുകയാണ് അമേരിക്കയുടെ നിലപാടെന്നുമാണ് ട്രംപിൻ്റെ നിലപാട്. ലോകാരോഗ്യ സംഘടനയും IMFും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും അടക്കമുള്ള അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങളെ താങ്ങി നിർത്താൻ ട്രംപ് അധികം പണം മുടക്കില്ല. എന്തിനേറെ നാറ്റോ സഖ്യത്തോട് പോലും ട്രംപ് തലതിരിഞ്ഞ നിലപാടാണ്. ഈ വിഷയത്തിലൊക്കെ ട്രംപിൻ്റെ വ്യത്യസ്തമായ നിലപാട്. അമേരിക്കയ്ക്ക് ലാഭമുണ്ടാക്കുന്നതൊക്കെ മതി, ലോകത്തെ തീറ്റിപ്പൊറ്റേണ്ട ബാധ്യത അമേരിക്കയ്ക്കില്ല എന്ന നിലപാടാണ്. എന്ന് മാത്രമല്ല, കാനഡയെ അമേരിക്കയുടെ ഒരു സംസ്ഥാനമാക്കും എന്നുള്ള പ്രഖ്യാപനം അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഇത് കാനഡയുമായുള്ള ബന്ധം വഷളാക്കുന്ന സാഹചര്യമുണ്ടാവും. പനാമ കനാൽ പിടിച്ചെടുക്കും, ഗ്രീൻലാൻഡ് സ്വന്തമാക്കും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. അതിലേക്കൊക്കെ ട്രംപ് പോയാൽ ഉണ്ടാവാൻ പോകുന്നത് വലിയ കുഴപ്പങ്ങൾ തന്നെയാവും. ഇന്ത്യ ബന്ധം വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ട്രംപും മോദിയും തമ്മിൽ നല്ല ബന്ധമാണെങ്കിലും അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന ട്രംപിൻ്റെ നിലപാട് പലപ്പോഴും ഇന്ത്യക്ക് അനുകൂലമാവണമെന്നില്ല. ചൈനയുമായുള്ള ബന്ധം വഷളാവുകയും ചൈനയെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നതിന് പകരം ഇന്ത്യ ആശ്രയിക്കാമെന്ന നിലപാടിലേക്ക് മാറുകയും ചെയ്താൽ ഗുണകരമാണ്. എന്നാൽ താരിഫ് അടക്കമുള്ള വിഷയങ്ങളിൽ മോദിയും ട്രംപും തമ്മിൽ ഭിന്നതകളുണ്ട്. അതേസമയം ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്ക് ഇനി ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ഖാലിസ്ഥാൻ ഭീകരവാദികൾക്ക്. ഖാലിസ്ഥാൻ ഭീകരവാദികൾ കാനഡയുടെയും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും തണലിലാണ് വളരുന്നത്. അമേരിക്കയിൽ താമസിക്കുന്ന ഗുഡ് പഡ്വന്തർ സിംഗ് പന്നു, അയാൾ ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അയാൾക്ക് തലപൊക്കാൻ പ്രയാസപ്പെടേണ്ടി വരും. അയാളെ കൊല്ലാൻ വേണ്ടി ഇന്ത്യ ശ്രമിച്ചു എന്ന ആരോപണം അമേരിക്ക നേരത്തെ ഉയർത്തിയിരുന്നു. ആ അന്വേഷണമൊന്നും ഇനി ഒരിടത്തും എത്താൻ പോകുന്നില്ല. എന്തിനേറെ കാനഡ ഇന്ത്യക്കെതിരെ നടത്തിയ അന്വേഷണം പോലും വെള്ളത്തിലാവും. അതായത് ഖലിസ്ഥാൻ ഭീകരവാദികളെ ഇല്ലാതാക്കാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാവും. അതിൻ്റെ പേരിൽ ഏതറ്റം വരെ പോകാനുള്ള അനുമതിയും ലഭിക്കും. അതിനപ്പുറത്തേക്ക് ഇന്ത്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് രക്ഷയൊരുക്കും എന്നൊക്കെ കരുതുന്നത് വിഡ്ഢിത്തമാവും. കാരണം ട്രംപ് അമേരിക്കക്കാരനാണ്. അമേരിക്കയുടെ സമഗ്ര വളർച്ച മാത്രമാണ് ട്രംപിൻ്റെ നയങ്ങളുടെ ലക്ഷ്യം. മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് നല്ലതാണ്, അതിസമ്പന്നർക്ക് നല്ലതാണ്. എലൻ മസ്കിൻ്റെ സ്വത്ത് 10 മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ. ക്രിപ്റ്റോ കറൻസി അടക്കമുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളും കുതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൾട്ടിനാഷണൽ കമ്പനികൾക്കും മുതലാളിമാർക്കും നേട്ടത്തിന് നാളുകളാവും. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായ ഒരു ഉത്തരവുമായി ജിതിൻ കെ ജേക്കബ് രംഗത്ത് വന്നിട്ടുണ്ട്. ജിതിൻ കെ ജേക്കബ് എഴുതിയത് വാസ്തവമാണ്, കേൾക്കുക. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായത് ഇന്ത്യക്ക് ഗുണം ചെയ്യും എന്ന് നിരവധി ആളുകൾ അഭിപ്രായപ്പെടുകയുണ്ടായി. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ ആ വാദത്തിനോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയില്ല. നാളെ അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പമൊക്കെ ഉണ്ടെങ്കിലും വിദേശ നയതന്ത്രങ്ങളിൽ പ്രധാനം അതാത് രാജ്യങ്ങളുടെ താല്പര്യങ്ങളാണ്. മിക്ക രാജ്യങ്ങൾക്കും പല കാര്യങ്ങളിലും ദീർഘകാല ലക്ഷ്യങ്ങളുണ്ടാകും. ഭരണാധികാരികൾ മാറി വന്നാലും ആ ലക്ഷ്യങ്ങൾ മാറുക അപൂർവമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ മൊറാർജി ദേശയെപ്പോലുള്ള ഊളകൾ ഭരണത്തിൽ വരണം. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ പാകിസ്ഥാനിലെ അസറ്റിനെ മുഴുവൻ ഒറ്റുകൊടുത്തത് മൊറാർജി ദേശായി എന്ന വിവരം കെട്ടവൻ പ്രധാനമന്ത്രിയായ സമയത്താണ്. അതോടെ പാകിസ്ഥാൻ ന്യൂക്ലിയർ ശക്തിയായി മാറുകയും ചെയ്തു. അമേരിക്കയ്ക്ക് വലുത് അമേരിക്കയുടെ താല്പര്യമാണ്. അതല്ലാതെ ഇന്ത്യയെ വളർത്താനും ഇന്ത്യക്ക് സംരക്ഷണം ഒരുക്കാനും വേണ്ടി അമേരിക്ക $1 പോലും ചെലവാക്കില്ല. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്നതിലുപരി ഒരു കച്ചവടക്കാരനാണ്. അയാൾക്ക് അയാളുടെ സ്വന്തം കച്ചവട താല്പര്യങ്ങൾ കൂടിയുണ്ട്.
അതിലുപരി അമേരിക്കയെ ഇപ്പോഴത്തെ അതിനേക്കാൾ വലിയ സാമ്പത്തിക ശക്തിയാക്കുക എന്നത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. ആദ്യം പ്രസിഡന്റായ കാലത്തെ പോലെ ട്രംപ് ഇത്തവണയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വ്യാപാര കരാറുകളിൽ ആയിരിക്കാനാണ് സാധ്യത. യുദ്ധം ചെയ്ത് അമേരിക്കൻ ഡോളർ കളയാനൊന്നും ശ്രമിക്കില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ അമേരിക്കൻ സൈനികരെ പിൻവലിച്ചത് ട്രംപ് ആദ്യം പ്രസിഡന്റായ കാലത്താണ് എന്നോർക്കണം. ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളുമായി ഉണ്ടാക്കിയ എബ്രാഹാം കരാർ ഒക്കെ ട്രംപിൻ്റെ കാലത്തായിരുന്നു. ആ കരാറിന് പിന്നിൽ സമാധാനമായിരുന്നു ലക്ഷ്യമെന്ന് ഏതെങ്കിലും നിഷ്കളങ്കർ കരുതുന്നുണ്ടോ? ട്രംപ് മാത്രമാണ് പുതുതായി ഒരു യുദ്ധവും തുടങ്ങാതിരുന്ന അടുത്ത കാലത്തെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്നുകൂടി ഓർക്കണം. നിലവിലുള്ള യുദ്ധങ്ങളെല്ലാം ട്രംപ് ഇടപെട്ട് അവസാനിപ്പിച്ചേക്കും. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കും. അമേരിക്കയുടെ ചെലവിൽ യുക്രൈൻ യുദ്ധം ചെയ്യേണ്ട എന്ന് ട്രംപ് പറയുന്നത്. ഗാസ പോലുള്ള ഏതെങ്കിലും തുരുത്തു കൊടുത്ത് ഫലസ്തീൻ രാഷ്ട്രം രൂപീകൃതമാകും. അപ്പുറത്ത് ലെബനൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ നിലവിലുള്ള ഭാഗങ്ങളൊക്കെ ചേർത്ത് വിശാല ഇസ്രായേലും. വ്യാപാര രംഗത്ത് അമേരിക്ക ഗുണകരം ആകുന്ന രീതിയിൽ ധാരണയായാൽ ചൈനയുമായി സംഘർഷമൊന്നും ഉണ്ടാക്കാൻ ട്രംപ് പോകില്ല. ഇന്ത്യയുടെ കാര്യം വന്നാൽ ട്രംപ് കച്ചവടക്കാരനാണെങ്കിൽ നരേന്ദ്രമോദി ഗുജറാത്തിയാണ്. കച്ചവടം എന്താണെന്ന് നരേന്ദ്രമോദിയെ പഠിപ്പിക്കേണ്ട. ഇന്ത്യ അമേരിക്ക ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൂടുതൽ ഏർപ്പെടുത്തിയാൽ തിരിച്ചും അതുപോലെ ചെയ്യും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് എന്നാണ് ട്രംപിൻ്റെ ഇന്ത്യൻ സ്നേഹത്തിന് പിന്നിലുള്ളത്. ഇന്ത്യയിലെ നികുതി വിഷയങ്ങളുടെയും മറ്റും പേരിൽ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ പല അമേരിക്കൻ കമ്പനികളും ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആകുന്നതോടെ ഇന്ത്യയിലേക്ക് തിരികെ വരും. അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഫ്രോഡ് വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നു എന്ന വാർത്തകൾ വന്നു കഴിഞ്ഞു. ട്രംപ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കൂടെയുണ്ടാകുന്നത് അമേരിക്കയിലെ വൻകിട കമ്പനികളുടെ സിഇഒമാരാണ്. അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ കച്ചവടം ഉറപ്പിക്കാനാണ് ലക്ഷ്യം. അതിനുവേണ്ടി അമേരിക്കൻ മാധ്യമങ്ങളടക്കം പിന്തുണ നൽകും. അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്ത് പോകുമ്പോൾ ഇന്ത്യയിലെ വ്യവസായികളെ കൂടെ കൂട്ടിയാൽ ഉടൻ ഇന്ത്യയിൽ ബഹളം തുടങ്ങും. വ്യവസായികളെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് അമേരിക്ക ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുന്നത് എന്ന് വ്യവസായികളെ ശത്രുക്കളായി കാണുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങളും അരനൂറ്റാണ്ടിൽ പിറകിൽ ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയില്ലല്ലോ. ട്രംപിൻ്റെ ഇന്ത്യ നയം ഇന്ത്യയുടെ നികുതി നയവുമായി ബന്ധപ്പെട്ടിരിക്കും. അമേരിക്കൻ കമ്പനികൾക്ക് ഹിതകരമാകുന്ന നിലപാട് ഇന്ത്യ എടുത്താൽ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. രണ്ടുണ്ട് കാരണം. ഒന്ന്, ഇന്ത്യയിൽ വിദേശ നിക്ഷേപം വർദ്ധിക്കും. നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതുപോലെ ഇന്ത്യൻ ടെക്നോളജി കമ്പനികൾക്ക് അമേരിക്കയിലും അതിൻ്റെ നേട്ടങ്ങളുണ്ടാവും. രണ്ടു കൂട്ടർക്കും ഗുണം ലഭിക്കും. അതേസമയം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ബംഗ്ലാദേശിൻ്റെ ഭാഗങ്ങൾ, മ്യാൻമാറിൻ്റെ ഭാഗങ്ങൾ എല്ലാം ചേർത്ത ഒരു രാജ്യം സ്ഥാപിക്കുന്ന അമേരിക്കയുടെ ദീർഘകാല ലക്ഷ്യമാണ്. ട്രംപ് ഭരണകൂടവും അതിനുള്ള ശ്രമങ്ങൾ തുടരും എന്നതിന് തർക്കമില്ല. ട്രംപ് 2020 ഇന്ത്യ സന്ദർശിച്ചപ്പോൾ നരേന്ദ്രമോദി വിശേഷിപ്പിച്ച ടഫ് നെഗോഷിയേറ്റർ എന്നായിരുന്നു. അതായത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മുന്നിൽ അതേപടി വഴങ്ങുന്ന പാവയല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ തനി അമേരിക്കൻ രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന അമേരിക്കൻ ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുറപ്പ്. അതാരേക്കാളും നന്നായി മോദിക്കും അറിയാം. പുറമെ ഇന്ത്യയെയും മോദിയെയും പുകഴ്ത്തും. അതേസമയം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിഘാതമാണെന്ന് കണ്ടാൽ നേരിട്ട് യുദ്ധം ചെയ്യാതെ പ്രോക്സികളെ കൊണ്ട് ഇന്ത്യയിൽ അസ്ഥിരതയുണ്ടാക്കി അതുവഴി അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാകും ട്രംപ് ശ്രമിക്കുക. ഇനി മികച്ചൊരു ഇന്ത്യ അമേരിക്കൻ ട്രേഡ് ഡീൽ ഉണ്ടായാൽ, അതായത് രണ്ടു കൂട്ടർക്കും ഗുണമുള്ളത്, എങ്കിൽ അടുത്ത 4 വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണകരമാകും. അതുകൊണ്ട് ട്രംപിനെ കണ്ട് അധികം ആഹ്ലാദിക്കേണ്ട. ട്രംപിന് അമേരിക്കൻ താല്പര്യങ്ങളാണ് പ്രധാനം. ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും പുകഴ്ത്തുന്നത് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യൻ മാർക്കറ്റ് കണ്ണുവെച്ച് തന്നെയാണ്. അതിനെ എങ്ങനെ മുതലെടുക്കാം എന്നതായിരിക്കും ഇന്ത്യയുടെ ശ്രമം. ട്രംപ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കാൻ നോക്കുമ്പോൾ നികുതി പോലെയുള്ള കാര്യങ്ങളിൽ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്ത് കൂടുതൽ അമേരിക്കൻ നിക്ഷേപം ഇന്ത്യയിലേക്ക് ആകർഷിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കാനാകും മോദിയുടെ ശ്രമം. ഇവിടെ വ്യക്തിബന്ധങ്ങൾക്ക് ഒന്നും സ്ഥാനമില്ല. ട്രംപും അമേരിക്കയും ഒന്നും ഇന്ത്യയുടെ സുഹൃത്തല്ല, ശത്രുവുമല്ല. രാജ്യ താല്പര്യങ്ങൾ അതിന് മാത്രമാണ് ഇവിടെ പ്രസക്തി.